അടുത്ത് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഡിഗ്രി പ്രിലിംസിൽ തന്നെ സെക്കൻഡ് ഫേസിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു 72/2025 പ്രിലിംസിൻ്റെ എക്സാമിനേഷൻ്റെ ഇംഗ്ലീഷ് ഗ്രാമറിലെ 10 questions ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു ക്വസ്റ്റ്യൻസിലേക്ക് നോക്കുമ്പോഴത്തേക്കും ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 70 kilogram ഡാഷ് മോർ ദാൻ എനി വൺ ക്യാൻ ലിഫ്റ്റ് ഈസിലി. അപ്പോൾ എന്താണ് 70 kilograms ഡാഷ് മോർ ദാൻ എനി വൺ ക്യാൻ ലിഫ്റ്റ് ഈസിലി. അപ്പോൾ അവിടെ ചോദിക്കുന്നത് ആറാണോ, ഈസാണോ, വില്ലാണോ, ഷാലാണോ ഉപയോഗിക്കാൻ പറ്റുന്നത്. അപ്പോൾ നമുക്ക് ഒബ്വിയസ്ലി നമുക്കറിയാം വില്ലും ഷാലും എന്തായാലും വരത്തില്ല, ഫ്യൂച്ചറിലല്ല കാര്യം പറയുന്നത്. ഈ കിലോഗ്രാംസ് എന്ന് കാണുമ്പോൾ നമുക്ക് പറയാൻ തോന്നുന്നൊരു കാര്യം എസ് വരുമ്പോഴത്തേക്കും ആറാണെന്ന് പറയാൻ തോന്നും, പക്ഷെ പറയരുത്. കാര്യം വേറൊന്നും കൊണ്ട് 70 kilogram എന്ന് പറയുമ്പോൾ കിലോഗ്രാം ആ ഒരു അത് പറയുന്നതാണ് സബ്ജക്റ്റ് വേർബ് എഗ്രിമെൻറ്റിലെ സിംഗിൾ യൂണിറ്റ് റൂളാണ് ഇത്. നമുക്ക് കിലോഗ്രാംസ് എന്ന് പറഞ്ഞാലും 70 kilogram എന്ന് പറയുമ്പോൾ അതൊരു ഒറ്റ യൂണിറ്റാണ്. അതായത് നമ്മളിപ്പോൾ ഒരു വെയിറ്റോ എമൗണ്ടോ ഡിസ്റ്റൻസോ ഹൈറ്റോ അല്ലെങ്കിൽ ടൈമോ ഒക്കെ പറയുന്ന സമയത്ത് അതിൻ്റെ കൂടെ ഒരു യൂണിറ്റ് ഉണ്ടെങ്കിലും ആ യൂണിറ്റ് പ്ലൂറൽ ആണെങ്കിൽ പോലും നമുക്ക് രണ്ടും കൂടെ ഒരുമിച്ച് പറയുന്നുണ്ട് സിംഗിൾ യൂണിറ്റായിട്ട് കണക്കാക്കുകയും അതുകൊണ്ട് തന്നെ സിംഗിൾ ആയതുകൊണ്ട് നമ്മൾ സിംഗുലർ ആയിട്ടുള്ള ആളായിരിക്കും ഉപയോഗിക്കുന്നുണ്ടാവുക എന്നുകൂടി ഓർത്ത് വെച്ചേക്കാം. ഫോർ എക്സാമ്പിൾ 10 kilometers. ഇപ്പോൾ കിലോമീറ്റേഴ്സ് എന്ന് കാണുമ്പോൾ നമുക്കൊരു 6 എന്ന് പറയാൻ തോന്നും, പക്ഷേ ഇല്ല 10 kilometer 10 kilometer സ്പെസിഫിക് ആയിട്ടുള്ളൊരു യൂണിറ്റ് പറയുന്നത് കൊണ്ടും അതൊരു സിംഗിൾ യൂണിറ്റ് ആയതുകൊണ്ടും 10 kilometers ഈസ് എ ലോങ് വേ ടു വാക്ക് എന്നായിരിക്കും പറയുന്നുണ്ടാവുക. 5 years എന്ന് പറയുമ്പോൾ 6 എഴുതാൻ തോന്നിയാൽ പോലും 5 years ഒരു പർട്ടിക്കുലർ യൂണിറ്റ് ഓഫ് ടൈം പറയുന്നുണ്ട് സിംഗിൾ യൂണിറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് കൊണ്ട് അത് എന്തായിട്ട് മാറുന്നു 5 years ഈസ് എ ലോങ് പീരിയഡ് ടു വെയിറ്റ്. മനസ്സിലായല്ലോ? അപ്പോൾ കിലോഗ്രാംസ് യൂണിറ്റ് ഇങ്ങനെ പ്ലൂറലിൽ കണ്ടാൽ പോലും ഓർക്കേണ്ട കാര്യം എന്താണ്, അവരുടെ കൂടെ ഒരു വാല്യൂ ഉണ്ടെങ്കിൽ 70 kilogram അല്ലെങ്കിൽ 10 kilometers 5 years 500 rupees 50 kilos. അപ്പം നമുക്കതിനെ സിംഗിൾ യൂണിറ്റായിട്ട് കാണുന്നുണ്ട്. അതിനുശേഷം വരുന്നത് എപ്പോഴും സിംഗുലർ ആയിട്ടുള്ള വെർബാണ് എന്നുകൂടി ഓർത്തേക്കുക. അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അതിനെ കുറച്ച് നമുക്ക് അതുമായി റിലേറ്റഡുള്ള കുറച്ച് ടേംസ് നമുക്ക് നോക്കാം. ഫോർ എക്സാമ്പിൾ ദി ഫർണിച്ചർ ഇൻ ദിസ് റൂം ഡാഷ് വെരി എക്സ്പെൻസീവ്. അപ്പോൾ നമുക്കറിയാം ഫർണിച്ചർ എന്ന് പറയുമ്പോൾ കുറേ ഉണ്ടാവില്ല. ഫർണിച്ചർ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു യൂണിറ്റായിട്ട് കണക്കാക്കുന്ന ഇപ്പോൾ ചെയർസ് ടേബിൾസ് ഡെസ്ക് എന്നൊക്കെ പറഞ്ഞാൽ നമുക്കത് പ്ലൂറലായിട്ട് നമുക്ക് എടുത്തേനെ. പക്ഷേ ഇത് ഫർണിച്ചർ എന്ന് പറയുന്നത് എന്താണ്, നമ്മളതിനെ അൺകൗണ്ടബിൾ നൗൺ ആയിട്ട് എടുക്കുന്നത് കൊണ്ട് അൺകൗണ്ടബിൾ നൗൺ എപ്പോഴും എന്തായിരിക്കും, സിംഗുലർ ആയിരിക്കും. ഓർത്തിരിക്കേണ്ട കാര്യം ഇംഗ്ലീഷിൽ അൺകൗണ്ടബിൾ നൗൺ എണ്ണിയെടുക്കാൻ പറ്റാത്ത അൺകൗണ്ടബിൾ നൗൺ ഒക്കെ നമ്മൾ എന്തായിട്ടാണ് ഉപയോഗിക്കുക, സിംഗുലർ ആയിട്ടായിരിക്കും ഉപയോഗിക്കുക. അപ്പോൾ നമ്മൾ നേരത്തെ എന്ത് പറഞ്ഞു, നമ്മളിപ്പോൾ ഒരു യൂണിറ്റ് ആയിട്ട് എടുക്കുന്ന സമയത്ത് സിംഗിൾ യൂണിറ്റ് ആയിരിക്കും എടുക്കുന്നത്, അതും സിംഗുലർ ആയിരിക്കും. അൺകൗണ്ടബിൾ നൗണും എന്തായിരിക്കും, സിംഗുലർ ആയിരിക്കും എന്ന് പഠിച്ചു. ഇനി അടുത്തത് ദ പെയർ ഓഫ് സിസേഴ്സ്. പെയർ ഓഫ് എന്ന് പറയുമ്പോൾ നമുക്ക് 2 ഉണ്ടാവും, നമുക്ക് ജോഡിയാണ്. അപ്പോൾ ഒരു ജോഡി എന്ന് പറയുമ്പോൾ എന്താക്കി അതും ഒരു സിംഗുലർ യൂണിറ്റ് ആണ്. അപ്പോൾ എന്താണ് ഒരു ജോഡി. സിസേഴ്സ് എന്ന് മാത്രം പറഞ്ഞെങ്കിൽ എന്താ എടുക്കാം, മൈ സിസേഴ്സ് ആർ ലോസ് എന്ന് പറയാം. പക്ഷേ ആ പെയർ ഓഫ് സിസേഴ്സ് ഈസ് എന്നേ വരത്തുള്ളൂ. മനസ്സിലായല്ലോ? ഇപ്പോൾ ട്രൗസേഴ്സ് എന്ന് പറയുമ്പോൾ ട്രൗസേഴ്സ് നമുക്ക് പ്ലൂറലായിട്ട് എടുത്താൽ പോലും ആ പെയർ ഓഫ് ട്രൗസേഴ്സ് എന്ന് പറയുമ്പോൾ അതൊരു ജോഡി എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു ജോഡി ഒരു യൂണിറ്റ് ആണ്. അപ്പോൾ സിംഗുലർ ആയിട്ട് മാറുന്നു. അപ്പോൾ മനസ്സിലായല്ലോ? ഒരു ജോഡി യൂണിറ്റ് ഒക്കെ എടുക്കുമ്പോൾ എപ്പോഴും എന്തായിരിക്കും, സിംഗുലർ ആയിരിക്കും എന്ന് ഓർത്തിരിക്കാം. ഇനി വേറൊരു ടൈപ്പാണ് ഈച്ച് ഓഫ് ദി സ്റ്റുഡൻസ് ഡാഷ് ഗിവൺ ആ പ്രൈസ്. അപ്പോൾ നമുക്കറിയാം സ്റ്റുഡൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും, അത് പ്ലൂറലായിരിക്കും. പ്ലൂറൽ നമുക്ക് എഴുതാൻ തോന്നുന്നുണ്ടാകും, പക്ഷെ അവിടെയുള്ളൊരു കാര്യം എന്ന് പറയുമ്പോൾ അത് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോണൗൺ റൂളാണ് അവിടെ ഉപയോഗിക്കേണ്ടത്. അവിടെ അത് ഈച്ച് അല്ലെങ്കിൽ എവ്രി എന്നൊക്കെ പറയുമ്പോൾ ഈച്ച് അല്ലെങ്കിൽ എവ്രി, ഐദർ, നൈദർ, എവ്രി വൺ എന്നൊക്കെ പറയുമ്പോൾ 1 at a ടൈം ആയിരിക്കും. നമ്മൾ എപ്പോഴും എന്തായിരിക്കും അവിടെ ഒരാളായിരിക്കും നമ്മൾ നോക്കുന്നുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് സിംഗുലർ വെർബായിരിക്കും എന്ന് ഓർത്തിരിക്കുക. അപ്പോൾ എന്താണ് ഈച്ച് ഓഫ് ദി സ്റ്റുഡൻറ്റ്. അപ്പോൾ കുട്ടികൾ അത്രയും കുട്ടികളുണ്ടെങ്കിൽ പോലും അതിനകത്ത് ഓരോ കുട്ടിയെയും നമ്മൾ പറയുന്നു. അല്ലെങ്കിൽ എവ്രി അല്ലെങ്കിൽ ഐദർ, നൈദർ, എവ്രി വൺ എന്നൊക്കെ പറയുമ്പോൾ എന്താണ് നമ്മൾ അതിൻ്റെ 1 at a ടൈം ആയിരിക്കും എടുക്കുന്നത്. ഓരോ ആൾക്കാരെ എടുക്കുന്നു. നമ്മൾ എന്ത് വെർബ് യൂസ് ചെയ്യും, സിംഗുലർ വെർബായിരിക്കും യൂസ് ചെയ്യുന്നുണ്ടാവുക. ഫോർ എക്സാമ്പിൾ ഈച്ച് ഓഫ് ദി പ്ലെയേഴ്സ് വാസ് ടയർഡ്. വേർ ടയർഡ് നമ്മൾ ഉപയോഗിക്കില്ല. എന്താണ് ഈച്ച് ഓഫ് ദി പ്ലെയേഴ്സ്
ഓരോ പ്ലെയേഴ്സും അപ്പോൾ വാസ് ടയേർഡ് ആയിരിക്കും ഉപയോഗിക്കാം. നൈദർ ഓഫ് ദി ടു സിസ്റ്റേഴ്സ്, രണ്ടുപേരും അല്ല. അപ്പോൾ ഓരോ ആൾക്കാരെയും പറയുന്നത് എന്തായിരിക്കും? ഈസ് മാരീഡ് എന്നായിരിക്കും പറയാം. വൺ ഓഫ് മൈ ഫ്രണ്ട്സ് ഹാസ് എ കാർ ആയിരിക്കും. ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്തായിരിക്കും പ്ലൂറൽ പറയാൻ തോന്നുന്നത്? വൺ ഓഫ് മൈ ഫ്രണ്ട്സ്, എൻ്റെ കൂട്ടുകാരിൽ ഒരാൾ. അപ്പോൾ ഒരാളെ പറ്റി പറയുന്നത് എന്തായിരിക്കും? അത് സിംഗുലർ വെർബ് ആയിരിക്കും ഉപയോഗിക്കുന്നുണ്ടാവുന്നത്. ഓക്കെ, വൺ ഓഫ് ഓൾസോ ഹാവ് എ സിംഗുലർ വെർബ് റൂൾ എന്ന് പറയുന്നത് കൂടെ ഓർത്തിരിക്കുക. ഇനി അടുത്തൊരു വേറെ ടൈപ്പാണ് ബ്രെഡ് ആൻഡ് ബട്ടർ ഡാഷ് മൈ ഫേവറേറ്റ് ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ നമുക്ക് നോക്കാം, ബ്രെഡും ബട്ടറും രണ്ടുപേരുടെ കാര്യമല്ലേ പറഞ്ഞിരിക്കും. ഇപ്പം നമുക്ക് ആറെന്ന് പറയാൻ തോന്നും, അല്ലെങ്കിൽ വേറെന്നൊക്കെ പറയാൻ തോന്നും. പക്ഷേ അല്ല, ബ്രെഡും ബട്ടറും ആൻഡ് ചേർത്തുകൊണ്ട് നമ്മൾ രണ്ടുപേരെ കണക്ട് ചെയ്യുന്ന സമയത്ത് അതൊരു സിംഗിൾ ഐഡൻറ്റിറ്റിയാണ്. ബിക്കോസ് ബ്രെഡ് ആൻഡ് ബട്ടർ എന്ന് പറയുമ്പോൾ ഒരു സിംഗിൾ ഡിഷ് മീലായിട്ടാണ് നമ്മൾ അതിനെ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് എന്ത് വരുന്നുണ്ടാകും? നമുക്കവിടെ സിംഗുലർ വെർബ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുക. ഈസ് ആയിരിക്കും അവിടെ യൂസ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, bread and butter is my favorite breakfast. റൈസ് ആൻഡ് കറി ഈസ് ദ സ്റ്റേബിൾ ഫുഡ് ഓഫ് മലയാളീസ്. റൈസ് ആൻഡ് കറി എന്ന് പറഞ്ഞാൽ പോലും രണ്ടുപേരുണ്ടെങ്കിൽ പോലും റൈസ് ആൻഡ് കറി ഒരു ഒറ്റ മീലായിട്ട് കണക്കാക്കുക. അപ്പോൾ എന്ത് പറയാം? ഈസ് ആയിരിക്കും വരുന്നുണ്ടാവും. സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ്. ടൈം ആൻഡ് ടൈഡ് വെയിറ്റ്സ് ഫോർ നോ വൺ. ഹോഴ്സ് ആൻഡ് ക്യാരേജ് ഈസ് അറ്റ് ദി ഡോർ. അപ്പോൾ എന്താണ്? ഇതൊക്കെ രണ്ട് കാര്യം പറഞ്ഞാൽ പോലും അത് ഓൾ ടുഗദർ ഒറ്റ ആളായിട്ട് നമ്മൾ കണക്കാക്കുന്നുണ്ടാവും. അപ്പം നമുക്ക് ആ ഒരു സെൻറ്റൻസ് വായിച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ അർത്ഥം എന്താണ്, അതിൻ്റെ മീനിങ് എന്താണ്, അതിൻ്റെ കോണ്ടെക്സ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കി വേണം നമ്മൾ എപ്പോഴും എന്ത് ചെയ്യാൻ, അതിൻ്റെ വേർബ് എഴുതാനായിട്ട് നോക്കാനായിട്ട്. പക്ഷേ അതേസമയം നമ്മളിപ്പോൾ ബ്രെഡും ബട്ടറും പോയി കടയിൽ പോയി വാങ്ങിച്ചു എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ എന്താണ്? ബ്രെഡും ബട്ടറും നമ്മൾ രണ്ടായിട്ടാണ് വാങ്ങിയത്. അപ്പോൾ അത് നമുക്ക് നമുക്ക് അവിടെ ഉപയോഗിക്കാം. പക്ഷേ എന്താണ്, നമ്മൾ വാങ്ങുമ്പോൾ, നമ്മൾ കഴിക്കുമ്പോൾ ഒരു മീൽ, അതിൻ്റെ കോണ്ടെക്സ്റ്റ് എന്താണെന്ന് എപ്പോഴും നോക്കിയിട്ട് വേണം നമ്മൾ ഓരോ കാര്യങ്ങളും നോക്കാനായിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് എലോങ് വിത്തിൻ്റെ കാര്യം കൂടെ നോക്കണം. അതായത് ദ ക്യാപ്റ്റൻ എലോങ് വിത്ത് സെയിലേഴ്സ് ഡാഷ്ഡ് ഓൺ. അപ്പോൾ നിങ്ങൾ ആലോചിക്കും, രണ്ടുപേരുണ്ടല്ലോ എന്നൊക്കെ ആലോചിക്കും. പക്ഷേ എലോങ് വിത്ത്, ആസ് വെൽ ആസ്, ടുഗദർ വിത്ത്, ഇൻ അഡീഷൻ ടു, അക്കമ്പനീഡ് ബൈ എന്നൊക്കെ പറയുന്ന സമയത്ത് അതിൻ്റെ കൂടെ ഒരാളെ കൂടെ എലോങ് വിത്ത് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, ആസ് വെൽ ആസ് രണ്ടാളും, ടുഗദർ വിത്ത് കൂടെ ഒരാളുണ്ട്, ഇൻ അഡീഷൻ ടു അതിനോടൊപ്പം, അക്കമ്പനീഡ് ബൈ കൂടെ ഉണ്ട്. അങ്ങനെ കൂടെ ഒരാളുണ്ടെന്ന് പറയുന്ന സമയത്ത് അതിൽ ആദ്യത്തെ ആൾക്കാണ് പ്രയോറിറ്റി കൊടുക്കാനുള്ളത്. ആദ്യത്തെ ആൾ സിംഗുലർ ആണെങ്കിൽ അവിടെ ഉപയോഗിക്കുന്ന വെർബും സിംഗുലർ ആയിരിക്കും. ആദ്യത്തെ ആൾ പ്ലൂറൽ ആണെങ്കിൽ അവിടെ ഉപയോഗിക്കുന്ന വെർബും എന്തായിരിക്കും? പ്ലൂറൽ ആയിരിക്കും. ഇവിടെ ആണെങ്കിൽ ദ ക്യാപ്റ്റൻ എലോങ് വിത്ത് സെയിലർ. അപ്പോൾ എന്താണ്? ക്യാപ്റ്റൻ്റെ കൂടെ ആരാണ് ഉണ്ടായത്? സെയിലേഴ്സ് ഉണ്ടായിരുന്നു. പക്ഷേ മെയിൻ ആൾ ആരാ? ക്യാപ്റ്റൻ. ക്യാപ്റ്റൻ എങ്ങനെയാണ്? സിംഗുലർ ആണ്. അപ്പോൾ എന്ത് ഉപയോഗിക്കും? സിംഗുലർ ആയിട്ടുള്ള വാസ് ഡ്രൗണ്ട് എന്നായിരിക്കും ഉപയോഗിക്കുക. ബാക്കി എല്ലാം വേറെ ആണെങ്കിലും ആറാണെങ്കിലും ഹാവ് ഒക്കെ പ്ലൂറൽ ആയത് നമുക്ക് അതൊന്നും ഉപയോഗിക്കുന്നുണ്ടാവില്ല. ഇനി നോക്കിയോ, ദ മാനേജർ ആസ് വെൽ ആസ് ദി ക്ലർക്ക്. മാനേജറിൻ്റെ കൂടെ ആരും ഉണ്ടായിരുന്നു? ക്ലർക്സും ഉണ്ടായിരുന്നു. പക്ഷേ മെയിൻ ആൾ ആരാ? മാനേജർ. മാനേജർ എങ്ങനെയാണ്? സിംഗുലർ. അപ്പോൾ എന്ത് ഉപയോഗിക്കും? ഈസ് എക്സ്പെക്റ്റഡ് ടു അറ്റൻഡ്. മനസ്സിലായല്ലോ? ഫോക്കസ് ഓൺ ദി മാനേജർ. വേറൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ദി സ്റ്റുഡൻസ് എലോങ് വിത്ത് ദ ടീച്ചർ. അപ്പോൾ നമുക്ക് നോക്കാം, സ്റ്റുഡൻസിൻ്റെ കൂടെയാണ് ആരുള്ളത്? ടീച്ചർ. മെയിൻ ആൾ ആരാ? സ്റ്റുഡൻസ്. സ്റ്റുഡൻസ് ഏത് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ? ഇറ്റ്സ് പ്ലൂറൽ, സ്റ്റുഡൻസ്. അപ്പോൾ നമുക്ക് എന്ത് ഉപയോഗിക്കും? ആർ ഗോയിങ് ടു ദി ട്രിപ്പ്. മനസ്സിലായി? അപ്പോൾ എലോങ് വിത്ത്, ആസ് വെൽ ആസ്, ടുഗദർ വിത്ത്, ഇൻ അഡീഷൻ ടു, ഓർ അക്കമ്പനീഡ് ബൈ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ആരാണോ മെയിൻ ആൾ ഏത് ലെവലാണെന്ന് നോക്കിയിട്ട് നമ്മൾ അത് വെച്ചിട്ട് വേണം നമ്മൾ എന്ത് കൊടുക്കാനായിട്ട്, നമ്മൾ അതിൻ്റെ വെർബ് കൊടുക്കാനായിട്ട് എന്നുകൂടി ഓർത്തേക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. നമ്മൾ എന്താ പഠിച്ചത്? 70 kilograms മോർ ദാൻ എനിവൺ. 70 kilograms മോർ ദാൻ എനിവൺ ക്യാൻ ലിഫ്റ്റ് ഈസി. അപ്പോൾ കിലോഗ്രാംസ് എന്ന് പറയുമ്പോൾ നമുക്കതൊരു പ്ലൂറൽ ആവാൻ തോന്നും. പക്ഷേ 70 kilograms ഒരു യൂണിറ്റ് പറഞ്ഞ സമയത്ത് അത് ഒരു ഒറ്റ യൂണിറ്റ് എടുക്കുമ്പോൾ അത് എപ്പോഴും എന്തായിരിക്കും? സിംഗുലർ ആയിരിക്കും. 10 കിലോമീറ്റേഴ്സ്, 5 വർഷം, 100 രൂപ, പിന്നെന്താണ് 50 കിലോഗ്രാം, കിലോസ്, റുപ്പീസ്, ഇയേഴ്സ്, കിലോമീറ്റേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ പോലും അതെന്താണ്? യൂണിറ്റായിട്ട് എടുക്കുന്നുണ്ട്, അത് സിംഗുലർ ആണ് എന്ന് ഓർത്തിരിക്കുക. ഫർണിച്ചർ എന്ന് പറയുമ്പോൾ അൺകൗണ്ടബിൾ ആയിട്ടുള്ള ആൾക്കാരൊക്കെ എന്തായിരിക്കും? സിംഗുലർ ആണ് എന്ന് ഓർത്തിരിക്കുക. പെയർ ഓഫ് സിസേഴ്സ്, ഒരു ജോഡി, ഒരു പെയർ എന്നൊക്കെ പറയുന്നുണ്ട്, അതും സിംഗുലർ. സിസേഴ്സ് ആണെങ്കിൽ അത് ആറായി പോയേനെ, ട്രൗസേഴ്സ് ആണെങ്കിൽ അത് ആറായി പോയേനെ. ഒരു പെയർ എന്ന് പറയുന്നുണ്ട്, പെയർ ഓഫ് സിസേഴ്സ്, പെയർ ഓഫ് ട്രൗസേഴ്സ് എപ്പോഴും എന്തായിരിക്കും? സിംഗുലർ ആയിരിക്കും എന്നുകൂടി ഓർത്തേക്കുക.
ഈച്ച് ഓഫ് ദി സ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഈച്ച് ഓരോ ആൾക്കാർ. അപ്പോൾ ഈച്ച്, എവരി, ഐദർ, നൈദർ, എവരി വൺ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ 1 at a ടൈം എന്നായിരിക്കും പറയുന്നുണ്ടാകും. 1 at a ടൈം എടുക്കുമ്പോൾ അത് സിംഗുലറായി കൊടുക്കുന്നുണ്ടാവും. ഏതൊക്കെ? ഈച്ച് വരും. എവരി എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവരും പറയുന്നത്, പക്ഷേ നമുക്ക് എല്ലാവരെയും ഓരോ ആൾക്കാരെയും പറയുന്നുണ്ട്. അപ്പോൾ എവരി, എവരി വൺ, ഓരോ ആൾക്കാരെയും. ഐദർ, 2 ആൾക്കാരെയും. നൈദർ, 2 പേരും ഇല്ല. അപ്പോൾ ഉള്ള ആൾക്കാർക്ക് എല്ലാവർക്കും സ്ട്രെസ് കൊടുക്കുന്നതുകൊണ്ട് അത് എന്തായിരിക്കും? സിംഗുലർ ആയിട്ടുള്ള വേർബ് ആയിരിക്കും എന്നുകൂടി ഓർത്തേക്കുക. അത് കഴിഞ്ഞിട്ട് ബ്രെഡ് ആൻഡ് ബട്ടർ. എന്താ ബ്രെഡ് ആൻഡ് ബട്ടർ? ബ്രെഡും ബട്ടറും എന്ന് പറഞ്ഞാൽ പോലും അതെന്താണ്? ഒരു സിംഗിൾ യൂണിറ്റ് ആണ്. റൈസ് ആൻഡ് കറി ഒരു സിംഗിൾ മീലാണ്. സ്ലോ ആൻഡ് സ്റ്റഡി, ടൈം ആൻഡ് ടൈഡ്, ഹോഴ്സ് ആൻഡ് കാരേജ്. 2 ആയിട്ട് പറഞ്ഞാൽ പോലും അതിൻ്റെ കോൺടെസ്റ്റ് എന്ന് പറയുന്നൊരു ഒറ്റ കാര്യമായതുകൊണ്ട് അവിടെ ഉപയോഗിക്കുന്ന വെർബം എന്തായിരിക്കും? സിംഗുലർ ആയിരിക്കും എന്നുകൂടി ഓർത്തേക്കുക. പിന്നെ നമ്മൾ പറഞ്ഞു എലോങ് വിത്ത് വന്ന, ആസ് വെൽ ആസ് വന്ന, ടുഗദർ വിത്ത് വന്ന, ഇൻ അഡീഷൻ ടു വന്ന, അക്കമ്പനിയാണ്. കൂടെ ഒരാളെയും കൂടെ കൂട്ടുവാണെങ്കിൽ ആരാണോ മെയിൻ ആൾ, ആ മെയിൻ ആളുടെ സിംഗുലർ ആണോ പ്ലൂറൽ ആണോ നോക്കിയിട്ട് നമ്മൾ അത് വെച്ച് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്? വെർബ് കൊടുക്കാനായിട്ട്. ഇവിടെ അത് ക്യാപ്റ്റൻ ഒരാളെ ഉള്ളൂ. അപ്പോൾ അതെന്താക്കി? ഈസ് ആയിരിക്കും, അല്ല വാസ് ആണ്. വാസ് ആയിരിക്കും വരുന്നുണ്ടാവുന്ന. ഓക്കെ, വാസ് പാസ്റ്റ് ടെൻസ് ആൻഡ് വാസ്. ഓക്കെ, നമുക്കിനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഷീ ഈസ് എൽഡർ ഡാഷ് ആർ യങ്ങസ്റ്റ് സിസ്റ്റർ ബൈ 4 years. ഇത് കാണുമ്പോൾ നമുക്ക് ദാൻ എഴുതൊരു തെര വരും. എഴുതരുത്. 2 കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഒന്നാമത്തെ കാര്യം, എൽഡർ എന്ന് പറയുന്ന സമയത്ത് വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സെയിം ഫാമിലിയായിട്ട് വരുന്ന എൽഡർ വെക്കുന്നുണ്ട്. അവരുടെ സാധനങ്ങളും ഒബ്ജക്റ്റൊക്കെ വരുമ്പോഴേക്കും ഓൾഡർ, അത് വിട്ടേരെ. എൽഡർ എപ്പോഴും നമ്മൾ വരുമ്പോൾ 2a ഉപയോഗിക്കൂ. നമ്മൾ നേരത്തെ ഫിക്സഡ് പ്രിപ്പോസിഷൻ പഠിച്ച ഓർമ്മേണ്ട, ഓരോന്നിനും ഓരോ പ്രിപ്പോസിഷൻ ഉപയോഗിക്കുന്നത്. അതേപോലെ എൽഡറിന് എപ്പോഴും 2a ഉപയോഗിക്കും. ദാൻ ഉപയോഗിക്കണമെങ്കിൽ എപ്പോഴും ആരായിരിക്കണം? ഓൾഡർ ആയിരിക്കണം. അപ്പോൾ ഷീ ഈസ് എൽഡർ ആയതുകൊണ്ട് എന്താ? ഷീ ഈസ് എൽഡർ ടു എന്നേ പറഞ്ഞു. ഷീ ഈസ് എൽഡർ ടു ഹാവ് യങ്ങസ്റ്റ് സിസ്റ്റർ ബൈ 4 years. ഇപ്പോൾ എൽഡർ വന്നാൽ 2 ആണെന്നും ഓൾഡർ വന്നാൽ മാത്രമേ ദാൻ ഉപയോഗിക്കണമെങ്കിൽ കൂടുതൽ ആരായിരിക്കണം? ഫോർ എക്സാമ്പിൾ, ഷീ ഈസ് ഡാഷ് ദാൻ ഹർ യങ്ങർ സിസ്റ്റർ ഡാഷ്. അപ്പോൾ ദാൻ വന്നു. അപ്പോൾ ദാൻ വന്നാൽ ഉടനെ എന്ത് ഉപയോഗിക്കണം? അവിടെ ഓൾഡർ ഉപയോഗിക്കണം. എൽഡർ വന്നാൽ 2 ആണെന്നും ഓൾഡർ വന്നാൽ ദാൻ ആണെന്നും ഓർത്തേക്കുക. ഇനി നമുക്ക് കുറച്ച് പ്രിപ്പോസിഷൻ ആയിട്ടുള്ള ഫിക്സഡ് പ്രിപ്പോസിഷൻ നോക്കാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച അതേ തന്നെ റിവൈസ് ചെയ്യുന്നുള്ളൂ. ഓഫ് ഏത് വരും? അക്യൂസ്ഡ് ഓഫ്, അഫ്രേഡ് ഓഫ്, ഫോണ്ട് ഓഫ്, പ്രൗഡ് ഓഫ്, ബിവെയർ ഓഫ് ഡോഗ്സ്. അപ്പോൾ ഓഫ് ഒക്കെ വരുന്നത് അക്യൂസ്ഡ് ഓഫ്, അഫ്രേഡ് ഓഫ്, ഫോണ്ട് ഓഫ്, പ്രൗഡ് ഓഫ്, ബിവെയർ ഓഫ് ആണെന്ന് ഓർത്തിരിക്കുക. 2 എവിടെ വരും? ഇപ്പോൾ ഒരു 2 നമ്മൾ പഠിച്ചു, എൽഡർ ടു. പിന്നെ എന്ത് വരും? അഡിക്റ്റഡ് ടു, ബിലോങ് ടു, സുപ്പീരിയർ ടു, ഇൻഫീരിയർ ടു, പ്രിഫർ ടു. ഐ പ്രിഫർ ടീ ടു കോഫി. ഓർത്ത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്നതാണ്. ഐ പ്രിഫർ ടീ ടു കോഫി എന്ന് പറയുന്നത്. ഓക്കെ, അക്കസ്റ്റം ടു. അപ്പോൾ എന്താണ്? അഡിക്റ്റഡ്, ബിലോങ്, സുപ്പീരിയർ, ഇൻഫീരിയർ, പ്രിഫർ, അക്കസ്റ്റഡ്, അഡിക്റ്റഡ്, സുപ്പീരിയർ, ഇൻഫീരിയർ, ബിലോങ്, പ്രിഫർ എന്നൊക്കെ 2 ആയിരിക്കും വരുന്നത്. എൽഡർ ടു, പ്രിഫർ ടു, ഐ പ്രിഫർ ടീ ടു കോഫി. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഫ്രം ഉപയോഗിക്കുന്നതാണ്. അബ്സ്റ്റെയിൻ ഫ്രം, പ്രിവെൻറ്റ് ഫ്രം, പ്രൊഹിബിറ്റ് ഫ്രം, റിക്കവർ ഫ്രം, സഫർ ഫ്രം. അതിനൊക്കെ എന്തായിരിക്കും? ഫ്രം ആയിരിക്കും. അബ്സ്റ്റെയിൻ ഫ്രം പ്രിവെൻറ്റിനും പ്രൊഹിബിറ്റിനും റിക്കവറും സഫർ. അപ്പോൾ അബ്സ്റ്റെയിന്, പ്രിവെൻറ്റ്, പ്രൊഹിബിറ്റ്, റിക്കവർ, സഫർ അതിനൊക്കെ എന്ത് ഉപയോഗിക്കും? ഫ്രം ആണ് ഉപയോഗിക്കുക. അറ്റ് എന്താണ്? ഗുഡ് അറ്റ്, ബാഡ് അറ്റ്, ലാഫ് അറ്റ്, അസ്റ്റോണിഷ്ഡ് അറ്റ്, സർപ്രൈസ്ഡ് അറ്റ് അതൊക്കെ എന്തായിരിക്കും? അറ്റായിരിക്കും. അപ്പോൾ ഗുഡ്, ബാഡ്, ലാഫ്, അസ്റ്റോണിഷ്, സർപ്രൈസ് ഒക്കെ എന്തായിരിക്കും? അറ്റാണെന്ന് ഓർത്തേക്കുക. അത് കഴിഞ്ഞിട്ട് ഐ ആം ഗുഡ് അറ്റ് ഗ്രാമർ. അപ്പോൾ എന്താണ്? ഐ ആം ഗുഡ് അറ്റ് ഗ്രാമർ. നമുക്കറിയാം ക്വസ്റ്റ്യൻ ടാഗ് ആണ്. അപ്പം നമുക്ക് ഓൾറെഡി അറിയാം ആം ഉപയോഗിച്ചുകൊണ്ട് അത് ആം ആയിരിക്കും വരുന്നുണ്ടാവുക. ആൻഡ് ഇത് അത് പോസിറ്റീവ് ആയതുകൊണ്ട് ആമിൻ്റെ ആയിരിക്കും വരിക. പിന്നെ ഐ, പക്ഷേ ആമിൻ്റെ ആയ സാധനം നമുക്കറിയാം ആറിൻ്റെ ഐ ആയിരിക്കും നമ്മൾ ഉപയോഗിക്കുക. അപ്പോൾ മോസ്റ്റ് കോമൺ നമുക്ക് ആമിൻ്റെ ഐ പറയാൻ തോന്നും, പക്ഷേ അത് ഒരു ഗ്രാമാറ്റിക്കലി മിസ്റ്റേക്കാണ്. ആറിൻ്റെ ഐ ആയിരിക്കും നമ്മൾ ഉപയോഗിക്കുക. അപ്പോൾ ആം ഐ ഗുഡ് അറ്റ് ഗ്രാമർ, ഐ ആം ഗുഡ് അറ്റ് ഗ്രാമർ, ആറിൻ്റെ ഐ എന്നായിരിക്കും വരുന്നുണ്ടാവുക. അപ്പം നമ്മൾ കഴിഞ്ഞ നമുക്കറിയാം ഇതിൻ്റെ ഫസ്റ്റ് ഫേസിൽ വന്നിട്ട് ഇതേപോലെ ക്വസ്റ്റ്യൻ ടാഗ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. A few workers participated in the strike. അപ്പോൾ എന്തായിരിക്കും? നമുക്ക് ഇവിടെ അറിയാം, ഇവിടെ നമുക്കറിയാം ഏത് ടെൻസ്, നമുക്കിവിടെ ഓക്സിലറി വെർബ് ഇല്ല. അപ്പോൾ നമ്മൾ വെർബ് പോയി നോക്കുമ്പോൾ പാർട്ടിസിപ്പേറ്റഡ് ആണ്. അപ്പോൾ അറിയാം പാസ്റ്റ് ടെൻസ് ആണ്. അപ്പോൾ ഡിഡ് വരുന്നുണ്ടാവും. ഇവിടെ സെൻറ്റൻസ് മൊത്തം പോസിറ്റീവാണ്. അപ്പോൾ ഡിഡിൻ്റെ ആയിരിക്കും വരുന്നുണ്ടാവുന്നത്. പിന്നെ നമ്മൾ ആര് ഉപയോഗിക്കും? അത് പോസിറ്റീവ് ആകാൻ കാരണം എ ഫ്യൂ. നമ്മൾ പറഞ്ഞു എ ഫ്യൂ പോസിറ്റീവും ഫ്യൂ നെഗറ്റീവും, എ ലിറ്റിൽ പോസിറ്റീവും ലിറ്റിൽ നെഗറ്റീവും. അതൊക്കെ ഓർമ്മ ഉണ്ടല്ലോ. പിന്നെ വർക്കേഴ്സ് ആയതുകൊണ്ട് പ്ലൂറൽ ആയതുകൊണ്ട് ദേ ആയിരിക്കും. അപ്പോൾ എന്ത് വരും? ഡിഡിൻ്റെ
ദേ എന്നായിരിക്കും വരിക. അപ്പോൾ ഓർത്തിരുന്നോ, എ ഫ്യൂ പോസിറ്റീവ്, ഫ്യൂ നെഗറ്റീവ്, എ ലിറ്റിൽ പോസിറ്റീവ്, ലിറ്റിൽ നെഗറ്റീവ്. ഓക്കെ. പിന്നെ നമുക്കറിയാമല്ലോ, സെൻറ്റൻസ് പോസിറ്റീവ് ആണെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗ് നെഗറ്റീവ് ആയിരിക്കും. ക്വസ്റ്റ്യൻ ടാഗ് നെഗറ്റീവ് ആകുമ്പോൾ സെൻറ്റൻസ് പോസിറ്റീവ് ആവണം. സെൻറ്റൻസ് പോസിറ്റീവ് ആണെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗ് നെഗറ്റീവ് ആകും. സെൻറ്റൻസ് നെഗറ്റീവ് ആണെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗ് പോസിറ്റീവ് കൂടി ആകും എന്നുകൂടി ഓർത്തിരിക്കുക. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് ഹാർഡ്ലി, സ്കേഴ്സ്ലി, ബെയർലി, റെയർലി, സെൽഡം, നെവർ ഒക്കെ വന്നു കഴിഞ്ഞാൽ എന്താണ്? അതൊക്കെ നെഗറ്റീവ് ലുക്കിംഗ് വാക്കാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ ടാഗ് എന്താണ്? പോസിറ്റീവ് ആണെന്ന് ഓർത്തിരിക്കണം. ഏതൊക്കെ നെഗറ്റീവ് ലുക്കിംഗ് വാക്ക്? ഹാർഡ്ലി, സ്കേഴ്സ്ലി, barely, rarely, seldom, never എന്നൊക്കെയാണ് ഓർത്തിരുന്നോണം. അത് കഴിഞ്ഞിട്ട് വേറൊരു സാധനമാണ് ക്വസ്റ്റ്യൻ ടാഗ്. ലെറ്റസിൻ്റെ റൂൾ വരും. ഈ ലെറ്റ്സ് എന്ന് പറയുമ്പോൾ ലെറ്റസ് വന്നു കഴിഞ്ഞാൽ അതിന് സെൻറ്റൻസിൻ്റെ എന്തോ ആയിക്കൊണ്ട് പോട്ടെ, ടാഗ് എപ്പോഴും എന്തായിരിക്കും? പോസിറ്റീവ് ടാഗ് ആണ് എന്ന് ഓർത്തിരിക്കുക. ടാഗ് ഷുഡ് ബി ഓൾവേസ് ബി ദ സെയിം ആയിരിക്കും. ഓക്കെ. അപ്പോൾ ടാഗ് ഈസ് ഓൾവേസ് സെയിം. ഷാൽ വി ആയിരിക്കും ഉപയോഗിക്കുക. അപ്പോൾ ഷാൽ വി, ഫോർ എക്സാമ്പിൾ, ലെറ്റസ് ഗോ ഫോർ എ മൂവി, ഷാൽ വി. ലെറ്റസ് നോട്ട് വേസ്റ്റ് ടൈം. അപ്പോൾ അവിടെ എന്താണ്? അവിടെ സെൻറ്റൻസ് പോസിറ്റീവ് നെഗറ്റീവ് ആയിക്കോട്ടെ, ടാഗ് എപ്പോഴും നമ്മൾ ഷാൽ വി ആയിരിക്കും. അത് കോൺടെക്സ്റ്റ് മാറും. അപ്പോൾ ലെറ്റസ് വന്നാൽ ടാഗ് എപ്പോഴും പോസിറ്റീവാണ്. ലെറ്റസ് വന്നാൽ ടാഗ് എപ്പോഴും പോസിറ്റീവാണ്. ലെറ്റസ് വന്നാൽ ടാഗ് എപ്പോഴും പോസിറ്റീവാണ്. അത് കഴിഞ്ഞ് അടുത്തത് വേറൊരു കാര്യം, എവ്രി വൺ, എവ്രിബഡി, സം വൺ, സംബഡി, നോ വൺ, നോബഡി ഒക്കെ വരുന്ന സമയത്ത് എപ്പോഴും നമ്മൾ പ്രോനൗൺ ദേ ഉപയോഗിക്കണം. എവ്രി വൺ, എവ്രിബഡി, സം വൺ, സംബഡി, നോ വൺ, നോബഡി. ഒരാളോ രണ്ടാളോ എന്തായിക്കൊണ്ട് പോട്ടെ, ഇതുപോലത്തെ സബ്ജക്റ്റൊക്കെയാണ് വരണമെങ്കിൽ പ്രോനൗൺ എപ്പോഴും എന്തായിരിക്കും? ദേ ആയിരിക്കും. പ്ലൂറൽ പ്രോനൗൺ ആണ് ഉപയോഗിക്കേണ്ടത് എന്നുകൂടി ഓർത്തിരിക്കുക. ഇതേപോലെ നമ്മൾ നേരത്തെ എവിടെ ഒരു എവരി വൺ ഒക്കെ പഠിച്ചല്ലോ, അതും ഇതും കൂടെ കൺഫ്യൂസ് ആയി പോകരുത്. അതെന്തിനാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്? ഈച്ച്, ഐദർ, എവിടെ, അതൊക്കെ നമ്മൾ മറ്റേ ഇത് വെർബ് ഏത് ഉപയോഗിക്കണമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇത് വേറെ കോൺടെക്സ്റ്റ് ആണ്. എല്ലാം കൂടെ കൺഫ്യൂസ് ആയി പോകരുത്. അടുത്തത് ഡയറക്റ്റ് സ്പീച്ചും ഇൻഡയറക്റ്റ് സ്പീച്ചും എന്തായാലും ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പോൾ അത് കുറച്ചൊന്ന് ഇരുന്ന് അതിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ നന്നായിരിക്കും. അപ്പോൾ ഇതിൽ ചോദിക്കുന്നത് ഐ വിൽ റിട്ടേൺ ദിസ് ബുക്ക് ടുമാറോ. അതിനെ ഇൻഡയറക്റ്റ് ആക്കാനാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്കറിയാം, ഒരു സെൻറ്റൻസ് തന്നിരുന്നാൽ അതിനെ ഇൻഡയറക്റ്റ് ആക്കുമ്പോൾ ആദ്യം എന്ത് ചെയ്യണം? നമുക്ക് ഐ വിൽ റിട്ടേൺ ദിസ് ബുക്ക് ടുമാറോ. അപ്പോൾ എന്താണ്? ഹീ സെഡ് ഐ വിൽ റിട്ടേൺ ദിസ് ബുക്ക് ടുമാറോ. അപ്പം നമുക്കറിയാം, ആദ്യം നമ്മൾ നോക്കുന്ന റിപ്പോർട്ടഡ് സ്പീച്ചാണ്. അപ്പോൾ ഹീ സെഡ് ദാറ്റ് എന്ന് വരുന്നുണ്ടാകും. ഹീ സെഡ് ദാറ്റ്, അല്ലെങ്കിൽ പ്രോമിസ്ഡ് അതെന്തായാലും കുഴപ്പമില്ല. പക്ഷേ എന്താ? ഹീ സെഡ് ദാറ്റ്. ഹീ, ഐ എന്തായി മാറും? പ്രോണൗൺ മാറും അല്ല. ഹീ സെഡ് നമുക്കറിയാം കണക്റ്റിംഗ് വേർബ് വേണം. അപ്പോൾ ദാറ്റ് വേണം. ഹീ സെഡ് ദാറ്റ്. ഹീ, വുഡ്, വിൽ വരുമോ? ഇല്ല, പാസ്റ്റ് ആക്കണം, വുഡ് വരും. അപ്പോൾ ഹീ സെഡ് ദാറ്റ് ഹീ വുഡ് റിട്ടേൺ ദിസ് ബുക്ക് വരോ? ഇല്ല, ദിസ് മാറ്റും, ദാറ്റ് ആക്കും. അപ്പോൾ എന്തായിരിക്കും? ദാറ്റ് ബുക്ക് ടുമാറോ വരോ? ഇല്ല, നെക്സ്റ്റ്. അപ്പോൾ ഹീ സെഡ് ദാറ്റ് ഹീ വുഡ് റിട്ടേൺ ദാറ്റ് ബുക്ക്. നെക്സ്റ്റ് ഈ സെഡ് വന്നില്ലെങ്കിൽ പ്രോമിസ്ഡ് ആയാലും കുഴപ്പമില്ല. അപ്പോൾ എന്തായിരിക്കും? ഹീ പ്രോമിസ്ഡ് ദാറ്റ് ഹീ വുഡ് റിട്ടേൺ ദാറ്റ് ബുക്ക്. നെക്സ്റ്റ്. അപ്പോൾ ഓപ്ഷൻ എ ആയിരിക്കും വരുന്നുണ്ടാവുക എന്നുകൂടെ ഓർത്തോണം. അപ്പോൾ എന്താണെന്ന് മനസ്സിലായാലും ആദ്യം റിപ്പോർട്ടിംഗ് വെർബ് നോക്കുക. ഇപ്പോൾ സെഡ് കോവായിട്ട് ഉപയോഗിക്കുന്നതാണ്. പ്രോമിസ്ഡ് ആയാലും കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് അത് ഫിറ്റ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തായിരിക്കും? ഈ ഐ വിൽ എന്ന് പറഞ്ഞ സാധനം മാറും അല്ലേ? നമുക്ക് ടെൻസ് ചേഞ്ച് ആകുന്ന സമയത്ത് നമുക്ക് പ്രസൻറ്റ് നമ്മൾ എന്ത് ചെയ്യണം? പാസ്ഡോട്ട് ആക്കണം. അപ്പോൾ ഹീ വുഡ് ആയിട്ട് അത് മാറുന്നുണ്ടാകും എന്നുകൂടി ഓർത്തോണം. ഓക്കെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആഡ്വേർബ്സ് എല്ലാം മാറ്റണം അല്ലേ? ഡയറക്റ്റ് സ്പീച്ചിൽ നിന്ന് ഇൻഡയറക്റ്റ് പോകുമ്പോഴത്തേക്ക് മെയിൻ സാധനമാണ് ആഡ്വേർബ് മാറ്റുക. ദിസ്, ദാറ്റ് ആവും, ടുമാറോ, നെക്സ്റ്റ് ഡേ ആകും എന്നുകൂടി ഓർത്തേക്കാം. നമ്മൾ ഇതിൻ്റെ ഫേസ് 1 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, വേർ ഈസ് ദി ബെസ്റ്റ് ആൻഡ് സെഡ് ദി യങ് ബോയ്. നമ്മൾ അന്ന് കഴിഞ്ഞ ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. ദി യങ് മാൻ ആസ്റ്റ് എന്താണ്? വേറെ വന്നാൽ നമുക്ക് അവിടെ എന്ത് വേണ്ട? കണ്ടിങ് വെർബ് വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്ത് വരും? ദി യങ് മാൻ ആസ്റ്റ് വേർ വാസ് ദി ബെസ്റ്റ് ആൻ. അപ്പോൾ പിന്നെ നമ്മൾ വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ഡയറക്റ്റ് സ്പീച്ചും ഇൻഡയറക്റ്റ് സ്പീച്ചും പറയുമ്പോഴത്തേക്കും അവിടെ സ്ട്രക്ചർ, സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സബ്ജക്റ്റ് കഴിഞ്ഞിട്ട് എന്ത് വരാവും? വെർബ് വരാവും. അപ്പോൾ ഇവിടെ വേർ വാസ് ദി ബെസ്റ്റ് ആൻഡ് എന്ന് വരുമോ? ഇല്ല. ആദ്യം സബ്ജക്റ്റ് ബെസ്റ്റ് ആൻഡ് പിന്നെ വെർബ് വാസ്. അപ്പോൾ എന്താക്കി? വേർ ദി ബെസ്റ്റ് ആൻഡ് വാസ്. അപ്പോൾ ഓർക്കേണ്ട കാര്യം, ഇൻഡയറക്റ്റ് ടു ഡയറക്റ്റ് ആക്കുന്ന സമയം, ഡയറക്റ്റ് ടു ഇൻഡയറക്റ്റ് ആക്കുന്ന സമയത്ത് 4 പോയിന്റുകൾ ഓർക്കാറുണ്ട്. 1 റിപ്പോർട്ടിംഗ് വെർബ് നോക്കണം, 2 കണക്റ്റിംഗ് വെർബ് നോക്കണം, 3 എന്താണ്? ആ സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ നോക്കണം. എങ്ങനെയാണ്? ആദ്യം സബ്ജക്റ്റ്
പിന്നെ വെർബ്, 4 അതിനെ പാസ്റ്റ് ടെൻസിലോട്ട് ആക്കണം എന്ന കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക. പിന്നെ 5 എന്തെങ്കിലും ആഡ്വേർബ് ഉണ്ടെങ്കിൽ അതുകൂടി മാറ്റി കൊടുക്കുക. ദിസ് ദാറ്റ് ആകും, നെക്സ്റ്റ് ഡേ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കുക. ഓക്കെ, അടുത്തത് പഠിക്കാൻ വേണ്ടി പോകുന്നത് ഇഫ് യു ഹാഡ് സ്റ്റഡീഡ് വെൽ യു ഡാഷ് ദി എക്സാമിനേഷൻ. ഇത് ആക്ച്വലി ഒരു ഇഫ് ക്ലോസിൻ്റെ ഇഫിൻ്റെ കണ്ടീഷനാണ്. അപ്പോൾ ഇഫിൻ്റെ കണ്ടീഷനിൽ പഠിച്ചിരിക്കുന്ന റൂൾ എന്ന് പറയുന്നത് ഇഫ് ക്ലോസ് ഉള്ള നമുക്ക് എന്താണ് ഇഫ് ക്ലോസും കാണും മെയിൻ ക്ലോസും കാണും. ഇപ്പോൾ ഇഫിൻ്റെ കൂടെയുള്ള ക്ലോസ് ഏത് ടെൻസാണ് നോക്കാം. ഓക്കെ, ഇഫിൻ്റെ കൂടെയുള്ള ടെൻസ് സിമ്പിൾ പ്രസൻ്റ് ആണെങ്കിൽ മെയിൻ ക്ലോസിൽ വിൽ അല്ലെങ്കിൽ ക്യാൻ പ്ലസ് V1 ഫോം ഓഫ് ദി വെർബ് വരും. അപ്പോൾ ഓർത്തിരിക്കുക, ഇഫിൻ്റെ കൂടെയുള്ള ക്ലോസ് സിമ്പിൾ പ്രസൻ്റ് ആണെങ്കിൽ മെയിൻ ക്ലോസ് വിൽ ഓർ ക്യാൻ പ്ലസ് V1 ഫോം ഓഫ് ദി വെർബ് ആയിരിക്കും. ഇനി ഇഫിൻ്റെ കൂടെയുള്ള ക്ലോസ് സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ മെയിൻ ക്ലോസ് വുഡോ കുഡ് പ്ലസ് V1 ഫോം ഓഫ് ദി, ഈ വുഡും കുഡും വരുമ്പോൾ V2 എന്ന് എഴുതാൻ തോന്നില്ല, V1 ഫോം ഓഫ് ദി വെർബാണ് എന്ന് ഓർത്തിരിക്കുക. അപ്പോൾ എന്തായിരിക്കും, സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ വുഡ് ഓർ കുഡ് V1 ഫോം ഓഫ് ദി വെർബാണ് എന്ന് ഓർത്തിരിക്കുക. പാസ്റ്റ് പെർഫെക്റ്റ് ആണ് ഇഫിൻ്റെ കൂടെയുള്ള ഇഫ് ക്ലോസ് എന്നുണ്ടെങ്കിൽ മെയിൻ ക്ലോസ് എന്തായിട്ട് മാറും, വുഡ് ഹാവ് V3 എന്ന് വരും. അപ്പോൾ ഓർത്തിരിക്കുക, ഇഫ് ക്ലോസ് സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ വിൽ ഓർ ക്യാൻ പ്ലസ് V1 ആയിട്ട് മാറും മെയിൻ ക്ലോസ്. ഇഫ് ക്ലോസ് സിമ്പിൾ പാസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ മെയിൻ ക്ലോസ് വുഡ് ഓർ കുഡ് പ്ലസ് V1 ആയിട്ട് മാറും. ആൻഡ് പിന്നെ എന്താണ്, ഇഫ് ക്ലോസ് പാസ്റ്റ് പെർഫെക്റ്റ് ആണെങ്കിൽ മെയിൻ ക്ലോസ് വുഡ് ഹാവ് കൂടി വരും പ്ലസ് V3 വരും എന്നുകൂടി ഓർത്തിരിക്കുക. ഫോർ എക്സാമ്പിൾ ഇഫ് ഇറ്റ് റെയിൻ സിമ്പിൾ പ്രസൻറ്റ്, അപ്പോൾ മെയിൻ ക്ലോസ് എന്ത് വരും, വിൽ ഓർ ക്യാൻ V1, ഐ വിൽ സ്റ്റേ. അപ്പോൾ വിൽ പ്ലസ് V1 അല്ലേ വന്ന്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇഫ് I won the lottery. അപ്പോൾ ഇഫ് ഐ വോൺ സിമ്പിൾ പാസ്റ്റ്, അപ്പോൾ മെയിൻ ക്ലോസ് എങ്ങനെ വരും, വുഡ് പ്ലസ് V1. അപ്പോൾ എന്താ, ഐ വുഡ് ബോട്ട് എന്ന് വരില്ല, ഐ വുഡ് ബൈ, വുഡ് പ്ലസ് V1 ഫോം ആണെന്ന് ഓർത്തിരിക്കുക. അത് കഴിഞ്ഞിട്ട് എന്താണ്, ഇഫ് യു ഹാഡ് സ്റ്റഡീഡ്, അപ്പോൾ എന്താണ്, പാസ്റ്റ് പെർഫെക്റ്റ്. ഹാഡ് സ്റ്റഡീഡ് എന്താണ്, പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. പാസ്റ്റ് പെർഫെക്റ്റ് പറഞ്ഞാൽ മെയിൻ ക്ലോസ് എങ്ങനെ വരും, വുഡ് ഹാവ് V3 എന്ന് വരും. വുഡ് ഹാവ് V3. യു വുഡ് ഹാവ് പാസ്റ്റ്. മനസ്സിലായല്ലോ. അപ്പോൾ എന്താക്കി ഈ ക്വസ്റ്റിൻ്റെ ആൻസർ, ഇഫ് യു ഹാഡ് സ്റ്റഡീഡ് വെൽ യു ഡാഷ് ദി എക്സാം. അപ്പോൾ ഇഫിൻ്റെ ക്ലോസ് എന്താണ്, ഹാഡ് സ്റ്റഡീഡ്, പാസ്റ്റ് പെർഫെക്റ്റ് വന്നാൽ മെയിൻ ക്ലോസ് എങ്ങനെ വരും, പാസ്റ്റ് പെർഫെക്റ്റ് വന്നാൽ വുഡ് ഹാവ് V3. അപ്പോൾ വുഡ് ഹാവ് V3 വരുമ്പോൾ പാസ്റ്റ്. അപ്പോൾ എന്തായിരിക്കും ഇവിടെ ഏത് ഓപ്ഷൻ ആയിരിക്കും, ഓപ്ഷൻ ഡി ആയിട്ട് വുഡ് ഹാവ് പാസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇഫ് യു ഹാഡ് സ്റ്റഡീഡ് വെൽ യു വുഡ് ഹാവ് പാസ്റ്റ് എന്നായിരിക്കും വരുന്നുണ്ടാവുക. അടുത്ത ക്വസ്റ്റ്യൻ, കിഡ്സ് ആർ ഫോൺ ഡാഷ് ഗെയിംസ്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ഫിക്സഡ് പ്രൊപ്പോസിഷൻ ആണ്, റെപ്പറ്റീഷൻ ക്വസ്റ്റ്യൻ ആണ്. ഫോണ്ട് വന്നാൽ ഫോണ്ട് ഓഫ്, പറയേണ്ട കാര്യമില്ല, ഫോണ്ട് ഓഫ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ഏതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ ക്ലാസ്സിൽ വന്നിട്ട്, ഓഫിൻ്റെ കാര്യം പറഞ്ഞു, ഫോണ്ട് ഓഫ് പറഞ്ഞു, അക്യൂസ്ഡ് ഓഫ്, അഫ്രേഡ് ഓഫ്, ഫോണ്ട് ഓഫ്, പ്രൗഡ് ഓഫ്, ബിവെയർ ഓഫ് എന്നൊക്കെ പറഞ്ഞു. ടു പഠിച്ചു, പിന്നെ ഫ്രം പഠിച്ചു, അറ്റും പഠിച്ചു. നമുക്ക് എക്സ്ട്രാ ആയിട്ട് ആരെ പഠിക്കാം, എബൌട്ടും ബൈയും ഇന്നും പഠിക്കാം. എബൌട്ട് ആകുമ്പോൾ ആൻഷ്യസ് അബൌട്ട്, കെയർഫുൾ അബൌട്ട്, കംപ്ലൈൻറ്റ് അബൌട്ട്, എക്സൈറ്റഡ് അബൌട്ട്, വറി അബൌട്ട്. ഞാൻ ഒരു കാര്യത്തെപ്പറ്റി, ഒരു കാര്യമില്ല, അപ്പോൾ ഒരു കാര്യത്തെപ്പറ്റി ഭയങ്കര ആൻഷ്യസ് ആയിരുന്നു, ഞാൻ ഒരു കാര്യത്തെ ഭയങ്കരമായിട്ട് കെയർഫുൾ ആയിട്ട് നോക്കി, ഞാൻ ഒരു കാര്യത്തെപ്പറ്റി കംപ്ലൈൻറ്റ് ആയിരുന്നു, ഞാൻ ഒരു കാര്യത്തെപ്പറ്റി ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു, ഞാൻ ഒരു കാര്യത്തെപ്പറ്റി ഭയങ്കര വറി ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു കാര്യമായിട്ടൊക്കെ, ഒരു സിനാരിയോ ആയിട്ടൊക്കെ വരുവാണ്, നമുക്ക് എന്ത് ഉപയോഗിക്കാം, എബൌട്ട് ഉപയോഗിക്കാം. അപ്പോൾ ആൻഷ്യസ്, കെയർഫുൾ, കംപ്ലൈൻറ്റ്, എക്സൈറ്റഡ്, വറി അബൌട്ട്. ആൻഷ്യസ് അബൌട്ട്, കെയർഫുൾ അബൌട്ട്, കംപ്ലൈൻറ്റ് അബൌട്ട്, എക്സൈറ്റഡ് അബൌട്ട്, വറി അബൌട്ട് എന്നൊക്കെ ഉപയോഗിക്കാം. അത് കഴിഞ്ഞിട്ട് ബൈ എവിടെയൊക്കെ ഉപയോഗിക്കാം, ബൈ എന്താണ്, കൂടെ പോകുമ്പോൾ അബൈഡ് ബൈ ആണ്. സർപ്രൈസ്ഡ് ബൈ, ഞാൻ കാരണം സർപ്രൈസ്ഡ് ബൈ. പിന്നെ എന്താണ്, അക്കമ്പനീഡ് ബൈ. അപ്പം അബൈഡ് ബൈ, അക്കമ്പനീഡ് ബൈ, അസ്റ്റോണിഷ് ബൈ, സർപ്രൈസ്ഡ് ബൈ. അപ്പം അബൈഡ് ബൈ, അക്കമ്പനീഡ് ബൈ, അസ്റ്റോണിഷ് ബൈ, സർപ്രൈസ്ഡ് ബൈ. അബൈഡ് ബൈ, സർപ്രൈസ്ഡ് ബൈ, അക്കമ്പനീഡ് ബൈ, അസ്റ്റോണിഷ്ഡ് ബൈ ആണ് കൂടെ ഓർത്തേക്കാം.
അടുത്തത് അബൌട്ട് ഇന്നാണ്. എന്താണ്? ബിലീവ് ഇൻ, ഇമോഷൻസ്, ഇൻട്രസ്റ്റഡ് ഇൻ, ബിലീവ് ഇൻ, സക്സീഡ് ഇൻ, ഡെഫിഷ്യൻ്റ് ഇൻ, അബ്സോർബ്ഡ് ഇൻ. അപ്പോൾ എന്തായിരിക്കും? ഇൻട്രസ്റ്റഡ്, ബിലീവ്, സക്സീഡ്, ഡെഫിഷ്യൻ്റ്, അബ്സോർബ്ഡ്. ഇൻട്രസ്റ്റഡ്, ബിലീവ്ഡ്, സക്സീഡ്, ഡെഫിഷ്യൻ്റ്, അബ്സോർബ്ഡ് ഒക്കെ വന്ന് ഇന്നാക്കി. ഇൻട്രസ്റ്റഡ് ഇൻ, ബിലീവ്ഡ് ഇൻ, സക്സീഡ് ഇൻ, ഡെഫിഷ്യൻ്റ് ഇൻ, അബ്സോർബ്ഡ് ഇൻ എന്നൊക്കെ ആയിരിക്കും വരുന്നുണ്ട്. അബ്സോർബ്ഡ് ഇൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ചൂസ് ദി കറക്റ്റ് ആൻസർ. എന്താണ് കറക്റ്റ് ആൻസർ? ഹീ ഈസ് റൈറ്റിംഗ് ഫോർ 2 years. നമുക്ക് വായിക്കുമ്പോൾ തന്നെ അറിയാം, നേരത്തെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്, നേരത്തെ എഴുതി തുടങ്ങി, ഇപ്പോഴും എഴുതിക്കൊണ്ടിരിക്കുന്നു. സോ എന്താണ്? പ്രസൻ്റ് ഉണ്ട്, പാസ്റ്റ് ഉണ്ട്, കണ്ടിന്യൂസുമാണ്. അപ്പോൾ ഏത് വരും? പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസാണ്. അപ്പോൾ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൻ്റെ ആ ഒരു റൂൾ എന്താണ്? നമ്മൾ എങ്ങനെ വേണം എഴുതാനായിട്ട്? പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് എങ്ങനെ എഴുതാൻ? ഹാസ് ബീൻ, ing ഫോം ഓഫ് ദി വെർബ് ആക്കി. അപ്പോൾ എന്താക്കിയ? ഹാസ് ബീൻ ആണ് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, ഹാസ് ബീൻ. അപ്പോൾ ഇവിടെ എന്ത് വരും? ഈ ഹാസ് ബീൻ റൈറ്റിംഗ് ഫോർ 2 years ഉണ്ട്, ഈ ഹാസ് ബീൻ റൈറ്റിംഗ് സിൻസ് 2 years. അപ്പോൾ ഈ 4 ഉപയോഗിക്കുമോ? സിൻസ് ആണ് അടുത്ത ഡൗട്ട്. ടെൻസൊക്കെ മനസ്സിലാക്കി വന്നപ്പോൾ അടുത്ത 4ഉം സിൻസ്. ഇതിൽ ഓർക്കേണ്ട കാര്യം, 4 എന്ന് പറയുന്ന ഒരു പീരീഡ് ഓഫ് ടൈം എടുക്കും, കുറച്ച് അധികം സമയമൊക്കെ എടുക്കുന്നതാണ് 4 എന്ന് പറയുന്നത്. ഒരു പർട്ടിക്കുലർ ടൈം, ഒരു 2 o'clock, ഒരു 1995, ഒരു പർട്ടിക്കുലർ സ്പെസിഫൈഡ് ടൈം പറയുകയാണെങ്കിൽ സിൻസ് ഉപയോഗിക്കും. ഒരു കുറച്ചധികം സമയമാണ്, 2 മണിക്കൂർ, കഴിഞ്ഞ ഒരാഴ്ചയായിട്ട്, 10 വർഷമായിട്ട്, ഒരു 5 ദിവസമായിട്ടൊക്കെ പറയുമ്പോൾ എന്താണ്? നമ്മൾ 4 ഉപയോഗിക്കും. അപ്പോൾ ഓർത്തോളം എന്താണ് ഇവിടെ? ഹീ ഈസ് റൈറ്റിംഗ്. നമുക്ക് ആ സിനാരിയോ നമ്മൾ സെൻറ്റൻസ് മനസ്സിലാക്കി, ആ ഒരു സിറ്റുവേഷൻ മനസ്സിലാക്കണം. പണ്ടും ഇപ്പോഴും എഴുതിക്കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ പ്രസൻറ്റിലുണ്ട്, കണ്ടിന്യൂയിങ് ആണ്, പാസ്റ്റ് തുടങ്ങി. അപ്പോൾ എന്തായിരിക്കും? പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് റൂൾ എന്താണ്? ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് ing ഫോം ഓഫ് ദി വെർബ് ആയിരിക്കും വരുന്നുണ്ട്. അപ്പോൾ ഹാസ് ബീൻ റൈറ്റിംഗ് ഫോർ 2 years എന്ന് വരുന്നുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, നെക്സ്റ്റ് ഇയർ ഇത് നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ നമുക്ക് കഴിഞ്ഞ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിൽ വന്ന് ചോദിച്ച ചോദ്യമാണ്. നെക്സ്റ്റ് ഇയർ ഐ ഡാഷ് ഗിത്താർ ഫോർ 20 years. അപ്പോൾ എന്താണ്? ഇത് ഫ്യൂച്ചറാണ്, അടുത്ത വർഷം. അപ്പോൾ അടുത്ത വർഷം ഐ ഡാഷ് ഗിത്താർ ഫോർ 2 years. അപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളായിട്ട് ഇപ്പോഴും വായിക്കുന്നുണ്ട്, ഇനിയും വായിക്കും, അടുത്ത വർഷമുണ്ട്. അപ്പോൾ ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് വരും. എന്താണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസിൻ്റെ റൂൾ എന്ന് പറയുന്നത്? വിൽ ഹാവ് ബീൻ പ്ലേയിങ് എന്ന് വരും. വിൽ ഹാവ് ബീൻ പ്ലേയിങ്. അപ്പോൾ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആകുമ്പം ഹാവ് ബീൻ, ഹാവ് ഓർ ഹാസ് പ്ലസ് ബീൻ പ്ലസ് ing ഫോം ഓഫ് ദി വെർബ് ആയിരിക്കും. ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആകുമ്പോൾ വിൽ പ്ലസ് ഹാവ് ബീൻ പ്ലസ് ing ഫോം ഓഫ് ദി വെർബ് ആയിരിക്കും. ഒന്നുകൂടി ഓർത്തേക്കുക. ഓക്കെ, ഇനി അതിൽ ഓർക്കേണ്ട ഒരു കാര്യം വേറൊന്നുമല്ല, നമ്മളിപ്പോൾ ഒരു സെൻറ്റൻസ് പറയുമ്പോൾ ആ സെൻറ്റൻസിൽ 2 പാസ് സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അത് ആദ്യം നടന്ന പാസ് സിറ്റുവേഷനെ ഹാഡ് V3യും രണ്ടാമത് നടന്ന പാസ് സിറ്റുവേഷനെ V2 ആയിരിക്കും പറയാം. അപ്പോൾ 2 പാസ് സിറ്റുവേഷൻ നമുക്കൊരു എക്സാമ്പിൾ വരെ മനസ്സിലാവും, പക്ഷേ പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. ഇനി വരുന്നുണ്ട് എക്സാമ്പിൾ. 2 പാസ് സിറ്റുവേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നടന്നതിനെ ഹാഡ് V3 എന്നും രണ്ടാമത് നടന്നതിനെ V2 ആയിട്ടായിരിക്കും നമ്മൾ എടുക്കുന്നുണ്ടാവുക. ഇനി നമുക്ക് ഓരോ ടെൻസിൻ്റെ എന്തൊക്കെയാണ് അതിൻ്റെ ഫോർമുല എന്ന് അറിഞ്ഞിരിക്കണം. ഫോർ എക്സാമ്പിൾ സിമ്പിൾ പ്രസൻറ്റ് നമുക്കറിയാം V1 സബ്ജക്റ്റ് പ്ലസ് V1 ഫോം ഓഫ് ദി വെർബ് ആയിരിക്കും. പ്രസൻറ്റ് കണ്ടിന്യൂസ് ആകുമ്പം ആമീസ് ആർ പ്ലസ് V1 പ്ലസ് ing ഫോം ഓഫ് ദി വെർബ് ആയിരിക്കും. പ്രസൻറ്റ് പെർഫെക്റ്റ് ആകുമ്പോൾ ഹാവ് ഓർ ഹാസ് പ്ലസ് V3 ആയിരിക്കും വരുന്നുണ്ടാവുന്നത്. പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആകുമ്പോൾ ഹാവ് ഓർ ഹാസ് പ്ലസ് ബീൻ പ്ലസ് V1 പ്ലസ് ing ഫോം ഓഫ് ദി വെർബ് ആയിരിക്കും വരുന്നുണ്ട്. അപ്പോൾ ഓർത്തിരിക്കണം, സിമ്പിൾ പ്രസൻറ്റ് ആണെങ്കിൽ എന്തായിരിക്കും? V1 ഫോം ഓഫ് ദി വെർബ് ആക്കി ഉപയോഗിക്കുന്നുണ്ടാവുന്ന. പ്രസൻറ്റ് കണ്ടിന്യൂസ് ആകുമ്പം ആമീസ് ആർ പ്ലസ് ing ഫോം ഓഫ് ദി വെർബ് ആയിരിക്കും. പ്രസൻറ്റ് പെർഫെക്റ്റ് ആകുമ്പോൾ ഹാവ് ഓർ ഹാസ് പ്ലസ് V3 ആയിരിക്കും ഉപയോഗിക്കുന്നുണ്ടാവുന്ന. പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആകുമ്പം ഹാവ് ഓർ ഹാസ് പ്ലസ് ബീൻ പ്ലസ് ing ഫോം ഓഫ് ദി വെർബാണെന്ന് ഓർത്തിരിക്കുക. ഇനി പാസ്റ്റ് പറയുമ്പോഴത്തേക്കും സിമ്പിൾ പാസ്റ്റ് ആകുമ്പോൾ V2 ഫോം ഓഫ് ദി വെർബ് ആക്കി ഉപയോഗിക്കുക. സിമ്പിൾ പാസ്റ്റ് കണ്ടിന്യൂസ് ആകുമ്പോൾ എന്തായിരിക്കും? വാസ് ഓർ വെയർ പ്ലസ് ing ഫോം ഓഫ് ദി വെർബ് ആക്കി ഉപയോഗിക്കുന്നുണ്ടാവുന്ന. പാസ്റ്റ് പെർഫെക്റ്റ് ആകുമ്പോൾ ഹാഡ് V3 ആക്കി ഉപയോഗിക്കുന്നുണ്ടാവുക. പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആകുമ്പം ഹാഡ് ബീൻ പ്ലസ് ing ഫോം ഓഫ് ദി വെർബ്. അപ്പോൾ പാസ്റ്റ് പറയുമ്പോൾ എന്തായിരിക്കും? സിമ്പിൾ പാസ്റ്റ് ആകുമ്പോൾ V2 ഫോം ഓഫ് ദി വെർബ് ആക്കി ഉപയോഗിക്കുക. പാസ്റ്റ് കണ്ടിന്യൂസ് ആകുമ്പോൾ V2 പ്ലസ് ing ഫോം ഓഫ് ദി വെർബ്, വാസ് ഓർ വെയർ പ്ലസ് ing ഫോം ഓഫ് ദി വെർബ്. വാസ്
വാസ് ഓർ വേർ പ്ലസ് ing ഫോം ഓഫ് ദി വെർബായിരിക്കും ഉപയോഗിക്കുന്നുണ്ടാവുന്ന. പാസ്റ്റ് പെർഫെക്റ്റ് ആകുമ്പോൾ ഹാഡ് V3 ആയിരിക്കും. ഹാഡ് V3 ആയിരിക്കും ഉപയോഗിക്കുന്നുണ്ടാവുന്ന. പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആകുമ്പം ഹാഡ് ബീൻ പ്ലസ് ing ഫോം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അടുത്തത് ഫ്യൂച്ചർ ആകുമ്പോൾ സിമ്പിൾ ഫ്യൂച്ചർ ആകുമ്പോൾ വിൽ ഓർ ഷാൽ പ്ലസ് V1 ഫോം ഓഫ് ദി വെർബ് ആയിരിക്കും. ഫ്യൂച്ചർ കണ്ടിന്യൂസ് ആകുമ്പോൾ വിൽ ബി പ്ലസ് ing ഫോം ഓഫ് ദി വെർബ് ആയിരിക്കും. ആൻഡ് ഫ്യൂച്ചർ പെർഫെക്റ്റ് ആകുമ്പോൾ വിൽ ഹാവ് V3 ആയിരിക്കും വരുന്നുണ്ടാകുന്നത്. ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആകുമ്പോൾ വിൽ ഹാവ് ബീൻ ing ഫോം ഓഫ് ദി വെർബ്. വിൽ ബി ing വരും, വിൽ ഹാവ് V3 വരും, പിന്നെ നാലാമത്തേൽ വിൽ ഹാവ് ബീൻ ing ഫോം ഓഫ് ദി വെർബ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ പാസീവ് വോയിസ് ഓഫ് വെൻ ഡിഡ് യു ബൈ ദി ബോട്ട്. പാസീവ് ആക്കണം. അപ്പോൾ നമുക്കറിയാം പാസീവിൻ്റെ ഫസ്റ്റ് തിങ് എന്താണ്? സബ്ജക്റ്റ് ഒബ്ജക്റ്റ് ആക്കണം, ഒബ്ജക്റ്റ് സബ്ജക്റ്റ് ആക്കണം. ഇവിടുത്തെ ഒബ്ജക്റ്റ് ദി ബോട്ടാണ്, അപ്പോൾ അത് ആദ്യം വരും. ഓക്കെ, അപ്പോൾ വെൻ ദി ബോട്ട്. ഓക്കെ, വെൻ ദി ബോട്ട് എന്ന് വരില്ല. അപ്പോൾ ഡിഡ് മാറുമ്പോൾ നമുക്ക് ഡിഡ് എന്താക്കും? വാസ് ആക്കി മാറ്റും. അപ്പോൾ വെൻ വാസ് ദി ബോട്ട് നമുക്കറിയാം പാസീവ് ടെൻസ് എന്തോ ആയിക്കോട്ടെ ബോട്ട് വെർബ് എപ്പോഴും V3 ആയിരിക്കണം. അപ്പോൾ എന്ത് വരും? ബോട്ട് എന്ന് വരും. വെൻ വാസ് ദി ബോട്ട് സിമ്പിൾ. നമ്മൾ കഴിഞ്ഞതിൽ നമ്മൾ പറഞ്ഞതാണ്, കഴിഞ്ഞ പരീക്ഷയ്ക്ക് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്, ആർ വി നോട്ട് ഗോയിങ് ടു ഫിനിഷ് ദ ലെസൺ ടുഡേ. അപ്പോൾ ഇത് പാസീവ് എങ്ങനെ ആക്കും? സബ്ജക്റ്റ് ഒബ്ജക്റ്റ് ആക്കണം. ലെസൺ ആരായിട്ട് ഒബ്ജക്റ്റ് ആയിട്ടുള്ള ലെസൺ സബ്ജക്റ്റ് ആയിട്ട് വരും. അപ്പോൾ ദി ലെസൺ എന്ന് വരും. പിന്നെ എന്ത് വരും? RV ആയിരിക്കും വരും. അപ്പോൾ ലെസൺ വരുമ്പം ഈസ് ആയിരിക്കും വരുന്നുണ്ടാവുക അല്ലേ? ദി ലെസൺ ഈസ് ആയിരിക്കും വരുന്നുണ്ടാവുന്നത്. ആൻഡ് ഗോയിങ് ടു വരുമ്പോൾ നമുക്കറിയാം ഗോയിങ് ടുവിൻ്റെ കണ്ടീഷൻ ഉണ്ട്, ഗോയിങ് ടു ബി എന്ന് ചേർക്കണം നമുക്കറിയാം. പിന്നെ ഫിനിഷ് ആരായിട്ട് മാറും? V3 ആയിട്ട് മാറും, ഫിനിഷ്ഡ് ആയിട്ട് മാറും. അപ്പോൾ എന്ത് വരും? ഈസ് ദ ലെസൺ ഗോയിങ് ടു ബി ഫിനിഷ്ഡ്. വി അപ്പുറത്തോട്ട് വരും, ഒബ്ജക്റ്റ് ആകുമ്പോൾ എന്താകും? ബൈ അസ് എന്ന് വരും. ഈസ് ദ ലെസൺ ഗോയിങ് ടു ബി ഫിനിഷ്ഡ് ബൈ അസ് എന്നായിരിക്കും വരാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ദെയർ ഇസ് എ ലിറ്റിൽ വാട്ടർ ഇൻ ദി ഗ്ലാസ് മീൻസ്. നമുക്കറിയാം എ ലിറ്റിൽ പോസിറ്റീവും ലിറ്റിൽ നെഗറ്റീവ് ആയിരിക്കും വരുന്നുണ്ടാവുക. അപ്പോൾ ലിറ്റിൽ എന്ന് പറയുമ്പോൾ ഒന്നുമില്ല, അപ്പം നോ എന്നായിരിക്കും അർത്ഥം. അടുത്ത ക്വസ്റ്റ്യൻ, ദ ട്രെയിൻ ഡാഷ് വെൻ ഹി റീച്ച്ഡ് എ റെയിൽവേ സ്റ്റേഷൻ. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ സംഭവം എന്താണ്? രണ്ടും പാസ്റ്റ് കാര്യം, അതായത് അവരെത്തിയപ്പോഴത്തേക്കും ട്രെയിൻ പോയി. രണ്ടും പാസ്റ്റ് കണ്ടീഷൻ. അപ്പോൾ രണ്ടും പാസ്റ്റ് ആണെങ്കിൽ ആദ്യം നടന്നതിന് എന്ത് കൊടുക്കുന്നു? ഹാഡ് പ്ലസ് V3 കൊടുക്കുന്നു. രണ്ടാം നടന്നതിന് V2 മാത്രമേ കൊടുക്കത്തുള്ളൂ. അപ്പോൾ ആദ്യം ട്രെയിൻ പോയിട്ടാണ് അവൻ വന്നത്. അപ്പോൾ ട്രെയിൻ ആര് കൊടുക്കും? ഹാഡ് V3 കൊടുക്കും. ഹാഡ് V3 ആകുമ്പോൾ ഹാഡ് ലെഫ്റ്റ് വരും. ആൻഡ് പിന്നെയാണ് അവൻ വന്നത്, അപ്പോൾ അവന് V2 മാത്രം മതി. റീച്ച്ഡ് എന്ന് പറയും, റീച്ച്ഡ്. ഓക്കെ, അതാണ് ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ദി കിരൺസ് പെൻ വാസ് ഡാഷ് ദാൻ ദാറ്റ് ഓഫ് അരുൺ. അപ്പോൾ നമുക്ക് ദാൻ വന്നു. അപ്പോൾ നമുക്കറിയാം ദാൻ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്നത് കമ്പാരിറ്റീവ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ ദാൻ ഉപയോഗിക്കുകയുള്ളൂ. ബാഡ് പോസിറ്റീവാണ്, നമ്മൾ ഒരിക്കലും ദാൻ ഉപയോഗിക്കില്ല. വേസ്റ്റ് സൂപ്പർലേറ്റീവാണ്, നമ്മൾ ഒരിക്കലും എന്ത് ഉപയോഗിക്കില്ല? ദാൻ ഉപയോഗിക്കില്ല. അപ്പോൾ കമ്പാരിറ്റീവാണ് ആര്? വേഴ്സ്. സോ വേഴ്സിനാക്കി നമ്മൾ എന്ത് ഉപയോഗിക്കുക? ദാൻ ഉപയോഗിക്കുക എന്നുകൂടി ഓർത്തിരിക്കുക. അപ്പോൾ എന്താണ്? ബാഡ് വേഴ്സ് വേസ്റ്റ്, അപ്പോൾ വേഴ്സ് ആണ് എന്ത്? കമ്പാരിറ്റീവ്. അപ്പോൾ വേഴ്സ് ദാൻ ഉപയോഗിക്കും. അതുപോലെ തന്നെ ഗുഡ്, ബെറ്റർ, ബെസ്റ്റ്. അപ്പോൾ ബെറ്റർ ആണ് എന്ത്? കമ്പാരിറ്റീവ്. ബെറ്റർ ദാൻ എന്ന് ഉപയോഗിക്കുന്നുണ്ട്. ലിറ്റിൽ, ലെസ്, ലീസ്റ്റ്. അപ്പോൾ ലെസ് ദാൻ ലെസ് ആയിരിക്കും. മച്ച് അല്ലെങ്കിൽ മെനി, മോർ, മോസ്റ്റ്. മോറാണ് കമ്പാരിറ്റീവ്, മോർ ദാൻ ഉപയോഗിക്കും. ഫാർ, ഫാർദർ, ഫർദർ അല്ലെങ്കിൽ ഫാർദസ്റ്റ് എന്ന് ഉപയോഗിക്കുന്നത്. ഫാദർ അതാണ് കമ്പാരിറ്റീവിനെ മാത്രം നമ്മൾ എന്ത് ഉപയോഗിക്കത്തുള്ളൂ? ദാൻ ഉപയോഗിക്കത്തുള്ളൂ. വേഴ്സ്, ബെറ്റർ, ലെസ്, മോർ ഒക്കെയാണ് അതിൻ്റെ കമ്പാരിറ്റീവ് എന്ന് ഓർത്തിരിക്കുക. ബാഡ്, വേഴ്സ്, വേസ്റ്റ്. ഗുഡ്, ബെറ്റർ, ബെസ്റ്റ്. അതോടൊപ്പം തന്നെ ലിറ്റിൽ, ലെസ്, ലീസ്റ്റ്. മച്ച്, മോർ, മോസ്റ്റ്. ഫാർ, ഫാദർ, ഫാർദസ്റ്റ് എന്നും കൂടി ഓർത്തേക്കുക.